ഹലോ ഫ്രണ്ട്സ്, ഡ്രോണോടെക് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഡ്രോൺ അതെങ്ങനെ ഫ്ലൈ ചെയ്യാം, അതെങ്ങനെ പറത്താം എന്നാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് DJIൻ്റെ Mavic 2 Pro എന്ന മോഡലാണ്. ഇപ്പോൾ ഈ ഡ്രോണിൽ പറത്തി വെച്ചിട്ട് മറ്റു ഡ്രോണിന് വേറെ സെറ്റിങ്സ് ഒന്നുമില്ല. DJIൻ്റെ ഒട്ടുമിക്ക എല്ലാ ഡ്രോണും ഒരേ ഒരു മെത്തേഡിലാണ് പറക്കുന്നത്. അതിൻ്റെ സെറ്റിങ്സ്, അതിൻ്റെ ആ സ്റ്റിക്ക് കൺട്രോൾ, അതിൻ്റെ കൺട്രോളിങ് എല്ലാം സെയിം ആണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ഒരു Mavic 2 Pro എങ്ങനെ പറത്താം, ഇനി Mavic 2 Pro അല്ല, നിങ്ങൾക്ക് ഇനി ഈ വീഡിയോ കണ്ടിട്ട് മറ്റുള്ള ഡ്രോൺസും എങ്ങനെ പറത്താമെന്ന് പഠിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഫ്ലൈയിങ് എങ്ങനെയാണെന്ന് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമുക്ക് ഈ ഡ്രോൺ ഒന്ന് അൺഫോൾഡ് ചെയ്യാം. അപ്പോൾ ഇത് പോർട്ടബിൾ ഡ്രോണാണ്, അവിടെ നമുക്കൊന്ന് അൺഫോൾഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഡ്രോണ്. അപ്പോൾ അതിൻ്റെ ക്യാമറ പ്രൊട്ടക്ടറാണ്, അത് ഞാൻ ഊരി വെച്ചു. ഇപ്പോൾ ഡ്രോൺ റെഡി. ഇനി നമുക്ക് റിമോട്ട് കൺട്രോളിൽ സെറ്റപ്പ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ലൈവ് വ്യൂവിനായിട്ട് ഉപയോഗിക്കുന്നത് ഒരു സ്മാർട്ട് ഫോണാണ്. അതിൽ DJI Go 4 പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. ഇപ്പോൾ ഈ ഡ്രോൺ ആയതുകൊണ്ട് DJI Go 4, വേറെ മറ്റേ DJIൻ്റെ അല്ലാത്ത വേറെ മറ്റു ബ്രാൻഡാണെങ്കിൽ അതിനനുസരിച്ചുള്ള ആപ്പാകും. ഇപ്പോൾ ഞാൻ DJI ഡ്രോൺസിൻ്റെ ബേസിക്കലാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റിമോട്ട്. ഇപ്പോൾ റിമോട്ട് ഇതാണ്. റിമോട്ട് സ്റ്റിക്കൊക്കെ മറ്റേ റിമൂവബിൾ സ്റ്റിക്കാണ്. അപ്പോൾ ആ സ്റ്റിക്കൊക്കെ നമ്മൾ ജസ്റ്റ് ഇത് ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ ആ സ്റ്റിക്കൊക്കെ, ആ കൺട്രോളിങ് സ്റ്റിക്കൊക്കെ വെച്ചു. ഇനി നമുക്ക് മൊബൈൽ കണക്ട് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഇത് USB ടൈപ്പ് സി കേബിളുള്ള മൊബൈലാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള കേബിൾ, ഇപ്പോൾ ഇതിൽ ഡാറ്റ ട്രാൻസ്ഫറിന് ഉപയോഗിക്കുന്നത് ഇങ്ങനത്തെ കേബിളാണ്. ഇതൊക്കെ ലൈവ് കാണാനാണ്. അപ്പോൾ പറത്തുന്നതിന് ജസ്റ്റ് ഇതൊന്നും ആവശ്യമില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ റിയൽ ടൈം കാണാൻ വേണ്ടിയിട്ടാണ് ഇത് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് മൊബൈലൊന്ന് കണക്ട് ചെയ്യട്ടെ ഞാൻ. ഇപ്പോൾ ഈ DJI Mavic 2 Proക്ക് ഇത് കേബിളിലൂടെ കണക്ട് ചെയ്യുന്നത്. ചില ഡ്രോൺ ഇപ്പോൾ DJI Spark ഒക്കെ ആണെങ്കിൽ അത് വൈഫൈയിലൂടെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ കേബിളിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് കാണാൻ വേണ്ടി, റിയൽ ടൈം കാണാൻ വേണ്ടി കണക്ട് ചെയ്യണേ. അപ്പോൾ ഡ്രോൺ പറത്താൻ പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കേബിൾ കണക്ട് ചെയ്യുന്നില്ല, ജസ്റ്റ് റിമോട്ട് കൺട്രോൾ മാത്രം മതി. ഞാൻ ജസ്റ്റ് ഒരു സേഫ്റ്റി മെഷറിനാണ് ഈ കേബിൾ കണക്ട് ചെയ്യുന്നത്, എനിക്ക് റിയൽ ടൈം കാണാൻ. ജസ്റ്റ് സ്മാർട്ട് ഫോണായിട്ട് കണക്ട് ചെയ്തു. ഇനി നമ്മളിതാ ഈ ഒരു മൊബൈൽ വെക്കാനുള്ള ഒരു സ്ഥലത്ത് നമ്മൾ മൊബൈൽ വെച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ മൊബൈൽ പ്ലേസ് ചെയ്തു. അപ്പോൾ നമുക്ക് റിമോട്ട് ഓണാക്കാം. റിമോട്ട് ഓണാക്കുന്ന ഒരു പ്രത്യേക മെത്തേഡാണ്, ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടിയും പറയാം. ജസ്റ്റ് ഒരു പ്രസ് നിൽക്കുക, പിന്നെ ഹോൾഡ് ചെയ്ത് പിടിക്കുക. അപ്പോൾ ഒരു സൗണ്ട് കിട്ടില്ലേ, അതിൻ്റെ ഒരു മ്യൂസിക്, അത് DJIൻ്റെ ഒരു മ്യൂസിക്കാണ്. അപ്പോൾ അതെന്ന് വെച്ചാൽ അത് ഓണായി നിർത്താം. ഓണായാൽ ഈ ഡിസ്പ്ലേയിൽ ഒരു കണക്റ്റിംഗ് കാണിക്കാം. അപ്പോൾ നമ്മൾ ഡ്രോൺ ഓണാക്കണം. ഡ്രോണും അതേപോലെ തന്നെ സെയിം മെത്തേഡ് തന്നെ ഒരു പുഷ് നിൽക്കുക, നെക്കി പിടിക്കുക. അതും അതിൻ്റെ കാലിബ്രേഷൻ കഴിഞ്ഞു, അതുകൊണ്ട് ഓണായി. ഇപ്പോൾ ഇനി ഡ്രോൺ ഇതും തമ്മിൽ കണക്റ്റായോ നോക്കാൻ ഇവിടെ ഈ ഡിസ്പ്ലേ, ഇപ്പോൾ Mavic 2 Pro ആയതുകൊണ്ട് ഈ ഡിസ്പ്ലേ റെഡി ടു ഗോ കാണിക്കും. കണക്റ്റഡ് ആയ ഇതും ഈ ഡ്രോണും ഇതുകൊണ്ട് കണക്ട് ചെയ്യാൻ റെഡി ടു ഗോ കാണിക്കും. അപ്പോൾ നമുക്ക് പറത്താം. ഇപ്പോൾ ഇങ്ങനെ ഡിസ്പ്ലേ ഇല്ലാത്തപ്പോൾ Mavic Mini അങ്ങനത്തെ ആണെങ്കിൽ നമുക്ക് ആപ്പിലൂടെ അറിയാൻ പറ്റുള്ളൂ അത് കണക്റ്റ് ആയില്ലെന്ന്. പിന്നെ അതിൽ ഇൻഡിക്കേറ്റർ, മറ്റേ റിമോട്ടിൽ ഇൻഡിക്കേറ്റർ ഉണ്ടാവും കേട്ടോ. റിമോട്ടിൽ ഈ റൈറ്റ് സൈഡിലായിട്ട് ഒരു റെഡ് ഇൻഡിക്കേറ്റർ ഓൺ ആക്കുമ്പോൾ റെഡ് ഇൻഡിക്കേറ്റർ കത്തിക്കൊണ്ട് വെക്കും. കണക്റ്റ് ആയതിനു ശേഷം അത് ഗ്രീൻ ഇൻഡിക്കേറ്റർ ആകും. അപ്പോൾ കണക്റ്റ് ആയി നിർത്താം. ഇനി നമുക്ക് ഉറപ്പ് വരുത്തണമെങ്കിൽ DJIൻ്റെ Go 4 ആപ്പ് ഈ മൊബൈലും റിമോട്ടും കണക്ട് ചെയ്തതിനു ശേഷം DJI Go 4 ആപ്പിലേക്ക് പോവുക. ഇപ്പോൾ Go Fly എന്ന് വരും, ആ Go Fly നിൽക്കുക. ഇപ്പോൾ Mavic 2 Pro കണക്റ്റഡ് കാണിച്ചു. ഇപ്പോൾ Go Fly. ഇപ്പോൾ ഇതിൽ ഏറ്റവും മേലത്തെ ബാറിൽ റെഡി ടു ഗോ GPS ഒരു പച്ച ഐക്കണിൽ കാണിക്കും. അതിനർത്ഥം ഫുൾ GPS കണക്റ്റഡായി. ഇനി ഞാൻ നിങ്ങൾക്ക് പറത്താവുന്നതാണ്. GPS-ഉം എല്ലാം ഒരു കാലിബ്രേഷൻ എറർ അങ്ങനത്തെ ഒന്നുമില്ല, നിങ്ങൾക്ക് സേഫായി പറത്താമെന്നാണ്. അപ്പോൾ നമുക്കിനി പറത്തത്തിലേക്ക് എങ്ങനെ ഫ്ലൈ ചെയ്യുന്ന പഠിക്കാം. ഇപ്പോൾ കണക്റ്റായി എന്ന് പറഞ്ഞു. ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ കൺട്രോളിങ്, എങ്ങനെ മോട്ടർ സ്റ്റാർട്ട് ചെയ്യുക, മോട്ടർ ഷട്ട് ഡൗൺ ചെയ്യുക, അപ്പ് ഡൗണ് ലെഫ്റ്റ് റൈറ്റ് ഒക്കെ നമുക്ക് ഇനി ചെയ്യാം. ഇപ്പോൾ നമ്മൾ GPS ഒക്കെ കണക്റ്റായി റെഡി ടു ഗോ കാണിച്ചു. എൻ്റെ റിമോട്ടും ഡ്രോണും തമ്മിൽ കണക്റ്റ് ആയെന്നുണ്ടു. അപ്പോൾ നമുക്ക് ഇനി പറഞ്ഞാൽ സേഫാണെന്ന് പറഞ്ഞു. അപ്പോൾ ഡ്രോൺ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് മോട്ടർ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം അത് ആദ്യം പഠിക്കാം. എന്നുവെച്ചാൽ മോട്ടർ സ്റ്റാർട്ടിങ്ങും അതിൻ്റെ ഓഫിങ് എങ്ങനെ പഠിക്കാം. അപ്പോൾ നമുക്ക് ഇനി മോട്ടർ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഇതിൽ ഓട്ടോമാറ്റിക് ലാൻഡിങ്ങും ടേക്ക് ഓഫും ഉണ്ട്.
അത് നമുക്ക് കുറച്ച് ഇതിന് എങ്ങനെയാണ് മാനുവലായിട്ട് പൊന്തിക്കാൻ താഴെ പഠിക്കാം. അതിന് ശേഷം നമുക്ക് ഓട്ടോമാറ്റിക്കലി അടക്കാം. അപ്പോൾ ആദ്യം നമ്മൾ മാനുവലായിട്ട് മോട്ടർ സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ ഡ്രോൺ ആവുന്ന കണ്ടോ നിങ്ങൾ നോക്കിക്കോളൂ. അപ്പോൾ ഇതാ ഞാൻ ഈ രണ്ട് സ്റ്റിക്കും ഒരുമിച്ച് ഒരു ഡയറക്ഷനിൽ ഡൗൺവേർഡായിട്ട് കൊണ്ടുവരാണ്. ഇതാ ഈ 2 കോർണർക്ക്. അപ്പോൾ ഇതാ ജസ്റ്റ് 2 സെക്കൻഡ് ഞാൻ നിന്നിട്ടുള്ളൂ. അവിടെ കണ്ടോ ആ ഡ്രോണ് മോട്ടർ സ്റ്റാർട്ടായി. ഇനി അതേപോലെ തന്നെ ആ മോട്ടർ ഷട്ട് ഡൗൺ ചെയ്യാൻ സെയിം വേ നെക്കി പിടിക്കുക. ജസ്റ്റ് 2 സെക്കൻഡ് ആ ഒരു ത്രോട്ടിൽ രണ്ട് കോർണർക്ക്, 2 ഡൗൺവേർഡ് കോർണർക്ക്, 2 ഒരുമിച്ച് കോർണർക്ക് സെറ്റ് ചെയ്യുക. അപ്പോൾ മോട്ടർ ഓഫായി. ഇനിയിപ്പോൾ ഈ കോർണറായാലും പ്രശ്നമില്ല, ഈ കോർണർ ഏത് ഡൗൺവേർഡ് കോർണറായാലും പ്രശ്നമില്ല, അവിടെ മോട്ടർ ഓൺ ആകും. അതേപോലെ തന്നെ ആക്കിയാൽ ഓഫ് ആവുകയും ചെയ്യും. അപ്പോൾ മോട്ടറിൻ്റെ സ്റ്റാർട്ടിങ്ങും എങ്ങനെ ഷട്ട് ഡൗൺ ചെയ്യലും നിങ്ങൾക്ക് മനസ്സിലാക്കി. അപ്പോൾ ഇനി അതിന് ശേഷം നമുക്ക് അതെങ്ങനെ പൊക്കാം താഴ്ത്തുനിന്ന് പഠിക്കാം. ഇപ്പോൾ നമ്മളെങ്ങനെ ഓഫാക്കൽ ഓണാക്കി പഠിച്ചു. ഇനി നമുക്കിങ്ങനെ ലെവൽ റേസ് ചെയ്യാം, അതിൻ്റെ ഹൈറ്റ് റേസ് ചെയ്യാം, ഹൈറ്റ് ഇൻക്രീസ് ചെയ്യാം, ലാൻഡ് ചെയ്യാം എന്ന് പഠിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ മോട്ടർ സ്റ്റാർട്ട് ചെയ്യുന്നു. അതാ മോട്ടർ സ്റ്റാർട്ടായി. ഇനി ഈ ത്രോട്ടിൽ എന്നുവെച്ചാൽ ഈ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന ത്രോട്ടിൽ അതാണ് അതിൻ്റെ മുകൾക്ക് പൊങ്ങാനും അടിക്ക് താവാനും സഹായിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ മെല്ലെ അയച്ച് അതിൻ്റെ റേസ് ചെയ്യുക. അത് കണ്ടോ? അപ്പോൾ ഞാൻ മെല്ലെ അയച്ച് ആക്കിയിട്ടുള്ളൂ. ആ ഡ്രോൺ റേസ് ചെയ്യുക, അവിടെ ഹോവറായി നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് ലാൻഡ് ചെയ്യാം. ലാൻഡ് ചെയ്യൽ എങ്ങനെ? ജസ്റ്റ് അടിക്കാക്കുക. പിന്നെ ലാൻഡ് ചെയ്യുമ്പോൾ കുറച്ച് നമ്മൾ ത്രോട്ട് അടിക്കാക്കിയുണ്ട്. കാരണം ഈ ലാൻഡ് ചെയ്യുമ്പോൾ അടിയിൽ ഒബ്സ്റ്റക്കിൾ, അതിൻ്റെ അടിയിൽ സെൻസർ പിടിക്കും. അപ്പോൾ ലാൻഡിങ് ആണ് അവർ മനസ്സിലായിട്ട് കുറച്ച് ഒന്ന് ഉറപ്പ് വരുത്താൻ കാത്തുക്കും. അതിനാണ് ഒന്ന് അടിക്ക് ഒന്നുകൂടി പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ലാൻഡിങ് സേഫായിട്ട് ലാൻഡ് ചെയ്യും. ഇതാണ് ബേസിക് ആയിട്ടുള്ള. ഇപ്പോൾ പൊക്കാനും താഴ്ത്താനും മോട്ടർ സ്റ്റാർട്ട് ചെയ്യാൻ പഠിച്ചു. ഇനി നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഡയറക്ഷൻസ് ലെഫ്റ്റ് റൈറ്റ്, പിന്നെ ഒരേ ഡയറക്ഷൻസിൽ നിന്നുകൊണ്ട് തന്നെ ലെഫ്റ്റോട്ടും റൈറ്റോട്ടും തിരിയുക. അതാണ് ഇനി അടുത്തായിട്ട് നോക്കാനുള്ളത്. അപ്പോൾ നമുക്കത് നോക്കാം. ഇപ്പോൾ ജസ്റ്റ് മോട്ടർ സ്റ്റാർട്ട് ചെയ്തു, അതേപോലെ നമ്മൾ ലെവൽ റൈസ് ചെയ്തു. അപ്പോൾ ആ ഡ്രോൺ പൊന്തി. പിന്നെ ഈ DJI ഡ്രോൺസിൻ്റെ ഒരു പ്രത്യേകത തന്നെ, ഈ DJI ഡ്രോൺസിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇത് മോട്ടർ സ്റ്റാർട്ട് ചെയ്ത് പൊന്തിച്ച് നിർത്തിയാൽ, എന്നുവെച്ചാൽ ഹോവർ ചെയ്ത് നിർത്തിയാൽ ഒരു പ്രശ്നമില്ലാതെ, എന്നുവെച്ചാൽ എവിടേക്കും തെന്നി മാറാതെ, അല്ലാതെ കൺട്രോൾ ഇട്ട് പോകാതെ ഒരു സ്ഥലത്ത് തന്നെ സ്റ്റേബിളായി നിൽക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ DJI ഡ്രോൺസ് വലിയൊരു വിജയം. കാരണം എല്ലാവർക്കും ഒരു ബിഗിനർ ലെവൽ ആൾക്കാർക്ക് ഈ ഡ്രോണ് സുഖമായിട്ട് പറത്താം. കാരണം കണ്ടോ, ഞാൻ ജസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല, കൺട്രോൾ ഒന്നും ചെയ്യുന്നില്ല, അത് നല്ല ഹോവറായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പൈലറ്റ് നല്ല സുഖമാണ് ഇത് കൺട്രോൾ ചെയ്യാൻ. ഇനി നമുക്ക് അതിൻ്റെ ലെഫ്റ്റും റൈറ്റും ടേണിങ് എന്നുവെച്ചാൽ നിന്നുകൊണ്ട് തന്നെ, ഒരു ഡയറക്ഷൻ നിന്നുകൊണ്ട് തന്നെ ലെഫ്റ്റും റൈറ്റും ടേണിങ് എങ്ങനെ നോക്കാം. ഇപ്പോൾ ഇതാ ഞാൻ ഈ അപ്പ് ആൻഡ് ഡൗൺ എന്നുവെച്ചാൽ അപ്പ് ആൻഡ് ഡൗൺ ആ ട്രിഗറിൽ തന്നെ ഞാൻ ലെഫ്റ്റും റൈറ്റും നോക്കുകയാണേ. ഇതാ കണ്ടോ? ഇപ്പോൾ ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോൾ ആ ഡയറക്ഷനിൽ തിരിഞ്ഞു. ഇനി നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വെച്ചപ്പോൾ, അപ്പോൾ റൈറ്റ് ടേണിങ്ങും ലെഫ്റ്റ് ടേണിങ്ങും പിന്നെ അപ്പും ഡൗണും ഒരേ ഒരു ജോയ്സ്റ്റിക്ക് തന്നെയാണ്. അപ്പോൾ നമുക്കിനി ലെഫ്റ്റിലേക്ക് എങ്ങനെ വെച്ചാൽ അതിൻ്റെ ഫ്ലൈയിങ് എങ്ങനെ നോക്കാം. ഇപ്പോൾ ഈ ട്രിഗർ ഉണ്ടോ, ഇതാണ് ഇതിൻ്റെ മൂവ്മെൻറ്റിനെ നയിക്കുന്നത്. ഇത് എങ്ങോട്ട് വെച്ചാൽ മുമ്പോട്ട് വേണമെങ്കിൽ മുമ്പോട്ടാക്കാം, ബാക്കോട്ട്, പിന്നെ ലെഫ്റ്റ് റൈറ്റ്. അതിന് ആ എയർക്രാഫ്റ്റിൻ്റെ മൂവ്മെൻറ്റിനെ സഹായിക്കുന്നതാണ് ഈ ഒരു കൺട്രോൾ. അപ്പോൾ നമുക്കത് നോക്കാം. ഇപ്പോൾ മേലോട്ടാക്കിയാൽ അത് നേരെ ഫ്രണ്ടിലോട്ട് പോരും. ഇപ്പോൾ ഞാൻ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാണ്. ഇതാ എൻ്റെ ക്യാമറ ഇപ്പോൾ എൻ്റെ എയർക്രാഫ്റ്റ് ഇപ്പോൾ എൻ്റെ നേരക്കാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്കിനി ഈ അപ്പ് ത്രോട്ടിലൊന്ന് ചെയ്ത് നോക്കാം. ഡ്രോൺ കണ്ടില്ലേ, മുമ്പോട്ട് വന്നു. ഇനി ബാക്കോട്ട് പോകുന്നത് നേരെ അതിൻ്റെ ഓപ്പോസിറ്റ്. ബാക്കോട്ടൊക്കെ ഓപ്പോസിറ്റ് പോയി. ഇനി ലെഫ്റ്റും റൈറ്റും നിങ്ങൾക്ക് അറിയാം. ഇതാ ഇപ്പോൾ ഇതാ ഞാൻ വയ്ക്കുമ്പോൾ അങ്ങോട്ട് പോയി. ഇതാ ഇപ്പോൾ റൈറ്റ് ലെഫ്റ്റ് അതിൻ്റെ ഫോർവേഡ് ബാക്ക്വേഡ് ഒറ്റ കൺട്രോളിൽ തന്നെയാണ്. ഇതാണ് അതിൻ്റെ മൂവ്മെൻറ്റ് സഹായിക്കണേ. ഇതാണ് അതിൻ്റെ ഹൈറ്റ്, അതിൻ്റെ ലെവല്, അതിൻ്റെ ഫേസിങ് മെയിൻറ്റെയിൻ ചെയ്യുന്ന കൺട്രോളാണിത്. ഇത് അതിൻ്റെ മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്യും. ഇതാണ് ഒരു ഡ്രോണിൻ്റെ ബേസിക് ആയിട്ട്. നമുക്കിപ്പോൾ DJI ഡ്രോണിലെ ഈ ബേസിക്കാണ്. മറ്റൊരു ഡ്രോണിലും ഇതേ മെത്തേഡാണ്, പക്ഷേ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്നുവെച്ചാൽ പൊക്കുമ്പോൾ ലാൻഡിങ്ങും ടേക്ക് ഓഫിങ്ങും ചിലപ്പോൾ മോട്ടർ കൺട്രോൾ ചെയ്യുന്നത് ആ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അല്ലാതെ മൂവ്മെൻറ്റ്, ഇതിൻ്റെ ട്രിഗർ അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഒരു ഡ്രോണിൻ്റെ എന്നുവെച്ചാൽ ഹോവർ ചെയ്യാനുള്ള, പറത്താനുള്ള ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ നമ്മൾ മൂവ്മെൻറ്റ് പഠിച്ചു എങ്ങനെ പറത്താൻ പഠിച്ചു. പക്ഷെ എന്നാലും നമുക്ക് പറത്തുമ്പോൾ ഒരു പേടിയുണ്ടാവും കേട്ടോ. അത് നമ്മൾ ശീലിച്ച് റെഡി ആവാനാണ്. ഇനി നമുക്ക് അതിൻ്റെ ക്യാമറ കൺട്രോളിങ് എന്നുവെച്ചാൽ മുമ്പിലേക്ക് ക്യാമറ ഇല്ലേ, ആ ക്യാമറ കൺട്രോൾ ചെയ്യാം. അത് ഞാൻ ഡ്രോണിനെ ഇങ്ങോട്ട് വിളിക്കട്ടെ കേട്ടോ. അപ്പോൾ അതാ
അപ്പോൾ ഞാൻ ഡ്രോൺ ഇത് അവിടെ എത്തിയിട്ടുണ്ട്. നല്ല സൗണ്ട് ഉണ്ടാവുകൊണ്ട് ഞാൻ കുറച്ച് ഉറക്കനെ പറയുകയാണ്. ഇപ്പോൾ ഈ ഡ്രോൺ എടുത്തിട്ടുണ്ട്, അതിൻ്റെ ലീഫിൻ്റെ കൊണ്ട് ക്ഷമിക്കണം, കുറച്ച് സൗണ്ട് ഉണ്ടാവും, കാരണം എയറിൻ്റെ നല്ല അതിൻ്റെ ലീഫിന് നല്ല സൗണ്ട് ഉണ്ട്. അപ്പോൾ ഡ്രോൺ ഇത് അവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇനി അതിൻ്റെ ക്യാമറ കൺട്രോളിങ്, ക്യാമറ അപ്പ് ആൻഡ് ഡൗൺ എങ്ങനെ നോക്കാം. അപ്പോൾ DJIൻ്റെ മിക്ക ഡ്രോണിലും എല്ലാ ഡ്രോണിലും ബാക്ക് റിമോട്ട് കൺട്രോളിൻ്റെ ബാക്കിലായിട്ടാണ് ഈ ട്രിഗർ വരുന്നത്. 2 ഉണ്ടാകും, ചില റിമോട്ടിന് 2 ഉണ്ടാകും. അതിൽ ഈ ഫോട്ടോ ബട്ടൺ അടിയിലുള്ളത് അത് ക്യാമറ കൺട്രോളിങ് അല്ല, അത് അതിൻ്റെ അപ്പറേച്ചർ കൺട്രോൾ, അതിൻ്റെ ക്യാമറ മാനുവൽ സെറ്റിങ്സ് കൺട്രോൾ ചെയ്യാനുള്ളത്. അതിൻ്റെ റെക്കോർഡ് ബട്ടൺ അതിൻ്റെ അടുത്തുള്ള ആ ഒരു മൗസിൻ്റെ കേസർ മാറ്റുന്ന സാധനമാണ് നമ്മൾ ആ ക്യാമറ കൺട്രോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ലെഫ്റ്റിലോട്ട് ആക്കുമ്പോൾ അത് ഡൗൺ ആകും. ഇപ്പോൾ ക്യാമറ ഉണ്ടോ ഡൗൺ ആയത്, ഞാൻ നേരെ ഇങ്ങോട്ട് ആക്കിയിട്ടുള്ളൂ, അപ്പോൾ ക്യാമറ ഡൗൺ ആയി. ഇനി നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് ആക്കിയാൽ ക്യാമറ അപ്പാകും. കണ്ടോ, ഇത് ക്യാമറ അപ്പായി. അപ്പോൾ ഇങ്ങോട്ട് ഡൗണ്, ഇങ്ങോട്ട് അപ്പ്. അത് ഇനിയിപ്പോൾ DJIൻ്റെ ഫാൻറ്റം 4 Pro ആയാലും, ഇനിയിപ്പോൾ മാവിക് എയർ ആയാലും, ഇനിയിപ്പോൾ നമ്മൾ DJI Spark ആയാലും, ഏതായാലും അതിൻ്റെ അപ്പ് ആൻഡ് ഡൗണ് അതിൻ്റെ ആ ട്രിഗർ സെയിം ആണ്, അതിൽ വ്യത്യാസമില്ല. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഈ ക്യാമറ കൺട്രോളിങ്, അതിൻ്റെ പറക്കൽ, അതിൻ്റെ ഹോവറിങ് എല്ലാം നമ്മൾ പഠിച്ചു. ഇപ്പോൾ ഡ്രോൺ എങ്ങനെ നമ്മൾ പറത്താൻ പഠിച്ചു. ഇനി നിങ്ങൾക്ക് ഒരു പേടി ഉണ്ടാവും, എന്നുവെച്ചാൽ ഇപ്പോൾ ഞാൻ 2 വർഷമായി, ഇപ്പോൾ 2-3 വർഷമായി ഈ ഡ്രോണിൽ നിൽക്കുന്നു. അപ്പോൾ ആദ്യം പറത്തുമ്പോൾ നമുക്കൊരു പേടി ഉണ്ടാവും, കാരണം ഇതെവിടെ തെന്നി വീഴോ, അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പറ്റുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ പഠിച്ച് വെച്ചാൽ ഇങ്ങനെ ചെയ്ത് ശീലിക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ ടൈമിൽ ചെയ്ത് നിങ്ങൾ ഓരോ ടൈമിൽ ഇമ്പ്രൂവ് ചെയ്തിട്ട് വേണം ഈ ഡ്രോൺ പറത്താനായിട്ട്. അപ്പോൾ ഞാൻ ഇറക്കുകയാണെങ്കിൽ സൗണ്ട് കുറച്ച് വ്യത്യാസമുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ട് ഈ ഡ്രോൺ എങ്ങനെ പറത്താന്നുള്ളത്. ഇപ്പോൾ DJIൻ്റെ ഡ്രോൺ എന്നില്ല, മറ്റെല്ലാ ഡ്രോണും ഇപ്പോൾ കുട്ടികൾ കളിക്കുന്നതായാലും ബേസിക് ഇതാണ്. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ചുകൂടി സുഖമാണ്, നമുക്ക് പഠിക്കാനും നമുക്ക് ഫ്ലൈ ചെയ്യാനും സുഖമാണ്. അപ്പോൾ ഇതാണ് ഒരു ഡ്രോണിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫ്ലൈറ്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ. പിന്നെ നമുക്ക് ആദ്യം പറത്തുമ്പോൾ കുറച്ച് പേടിയുണ്ടാവും, എന്നുവെച്ചാൽ നമുക്ക് അതിൽ പഠിക്കല്ലേ. കാരണം ഇപ്പോൾ ഞാൻ ആദ്യം എൻ്റെ ഡ്രോൺ വാങ്ങിയപ്പോൾ പറത്തുമ്പോൾ എനിക്ക് അതിൻ്റെ പേടിയുണ്ട്. അപ്പോൾ നമ്മളത് ഇമ്പ്രൂവ് ചെയ്ത് വെക്കലാണ്. നമ്മളിപ്പോൾ പറത്തി അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറത്തി അങ്ങനെ ഇമ്പ്രൂവ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, എന്നുവെച്ചാൽ ഈ കൺട്രോളിങ്ങും ഈ ഇത്രയേ ഉള്ളൂ. പക്ഷേ റിമോട്ടിൽ ഇനിയും കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. റിട്ടേൺ ടു ഹോം ഉണ്ട്, അതിൻ്റെ അപ്പറേച്ചർ സെറ്റിങ്സ് ഉണ്ട്, അതിൻ്റെ ഫോട്ടോ, അതിൻ്റെ റെക്കോർഡിങ്, അങ്ങനെ കുറേ ഉണ്ട്. അതൊക്കെ ഞങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ ഈ റിമോട്ട് കൺട്രോളിനായിട്ടൊരു വീഡിയോ ഉണ്ട്, കാരണം അതിനായിട്ടൊരു വീഡിയോ വലിയൊരു ലെങ്തി വീഡിയോ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടി ഞാൻ ഇതിൽ ചേർക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നെക്സ്റ്റ് ആയിട്ട് ഇടുന്നതാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ഈ ഡ്രോൺ എങ്ങനെ പറത്താൻ പഠിച്ചു, ഈ ഡ്രോൺ എന്നല്ല മിക്ക ഡ്രോൺ എങ്ങനെ പറത്താന്ന് പഠിച്ചു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ ഡ്രോൺ പറത്തുന്നതിൽ, ഈ ഡ്രോൺ എങ്ങനെ ഓൺ ആക്കുന്നില്ല, അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ ഇതിൻ്റെ ഒരു റീപ്ലൈ തരുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഞാൻ ഇടുന്നതാണ്. ഇനി ഇതിൻ്റെ ക്യാമറ സെറ്റിങ്സ്, ഇതിൻ്റെ റിമോട്ട് സെറ്റിങ്സ്, അതിനായിട്ടൊരു വീഡിയോ ഞാൻ ഇടുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഡ്രോണുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. എൻ്റെ ഡ്രോണിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനിയും ഡ്രോണുകളായിട്ടുള്ള ബന്ധപ്പെട്ട പുത്തൻ വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ സൈനിങ് ഓഫ്, സിനാൻ ജാവേദ്, അഞ്ചുമുക്കിൽ.